എല്ലാ മെമ്പേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിയോ പൊളിറ്റിക്കലായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉള്ള സമയമാണ്. മെയിൻലി നമ്മുടെ ഇസ്രായേൽ ഇറാനിൽ ഒരു ടെൻഷൻ നടക്കുന്നുണ്ട്. അല്ലെ ഇന്ത്യൻ മാർക്കറ്റിൽ അതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം അത് ഒന്ന് ക്ലിയർ ആക്കാമെന്ന് ഓർത്തു. അപ്പോൾ ശരിക്കും ഇസ്രായേൽ ഇറാൻ ഒരു ടെൻഷൻ ഇപ്പോൾ ഉള്ളത്, അത് യുദ്ധമായിട്ട് മാറിയാൽ അത് തീർച്ചയായിട്ടും അത് ഇമ്പാക്റ്റ് ചെയ്യും. എവിടെ എങ്ങനെ ഏത് ലോകരാഷ്ട്രങ്ങളിൽ യുദ്ധം ഉണ്ടായാലും അത് നമ്മുടെ ഇമേർജിംഗ് മാർക്കറ്റ്സിനെ അത് റിഫ്ലക്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതിപ്പം ഏത് ചെറിയ കൺട്രി ആണെങ്കിൽ പോലും അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ നമുക്കിതൊരു നല്ല അവസരമായിട്ട് കണ്ടെത്തി നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമ്മൾ കുറയ്ക്കുന്നില്ല. നമ്മൾ റെഗുലറായിട്ട് SIP തന്നെയാണ് ചെയ്യുന്നത്. SIP തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക, അതാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ വേസ്റ്റ് യുദ്ധമൊക്കെ ഉണ്ടായാൽ മാർക്കറ്റ് നെഗറ്റീവ് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല കമ്പനികൾ ആവറേജ് ചെയ്യുക. നമുക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടല്ലേ, എസ്പെഷ്യലി ഓയിൽ പ്രൈസ് ഡ്രിവൺ ആയിട്ടുള്ള കമ്പനീസിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 1% കൂടിയിട്ടുണ്ട്. ഓയിൽ മാനുഫാക്ചറിങ്ങും റിഫൈനറീസ് ഉള്ള കമ്പനീസിനൊക്കെ ഒരു നെഗറ്റീവിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, നമ്മളിപ്പോൾ മെയിൻലി ഓയിൽ ഡിപ്പെൻഡ് ഓൺ GCC കൺട്രീസ് അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റഷ്യയും വെനസ്വലയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു പോസിറ്റീവ് സൈഡാണ് ഇന്ത്യക്ക്. അതിന് വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്നാലും ഓയിൽ പ്രൈസ് ചേഞ്ച് ഉണ്ടാകുമ്പം ഒരു ഫ്ലക്ച്വേഷന്, അതായത് ഇപ്പോഴത്തെ ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് അല്ലെ മാർജിൻ കൂടും. പക്ഷേ ഇത് തിരിച്ചു വരുമ്പോൾ, അത് ഓയിൽ പ്രൈസ് താഴെ വരുമ്പം ഈ മാർജിൻസ് കുറയും. അപ്പം നെഗറ്റീവിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് IT ഫീൽഡ്. നമുക്ക് എല്ലാ IT ഫീൽഡിലും കമ്പനീസ് അല്ല, മെയിൻലി TCS, മൈൻട്രി, ഇൻഫോസിസ് ഒക്കെ അവരുടെ മെയിൻ 7% TCS നോക്കുക 7% ഫ്രം റവന്യൂ വരുന്നത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് കോൺട്രാക്റ്റിൽ നിന്നൊക്കെയാണ്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഒരു മൈൻട്രിയും ഇൻഫോസിസ് ഒക്കെ ഒന്ന് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ മെയിൻലി എഫക്റ്റ് ആകുന്ന മാനുഫാക്ചറിങ് ആൻഡ് എനർജി കൺസ്യൂം കമ്പനീസിലാണ്. റോ മെറ്റീരിയൽസിനൊക്കെ കോസ്റ്റ് കൂടും, പ്രോഫിറ്റ് മാർജിൻ കുറയുമല്ലേ. അപ്പം അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. മൺഡേ എന്തോ ആയാലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പാനിക്കായിരിക്കും. അവർ സെല്ലൗട്ട് ചെയ്യും, പ്രോഫിറ്റ് എടുത്ത് മാറാൻ ശ്രമിക്കും. സെല്ലൗട്ട് ചെയ്യും, ഗ്യാപ് ഡൗൺ ഓപ്പൺ ആകത്തുള്ളൂ. പക്ഷേ പാനിക് ആകാതിരിക്കുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുക. ബിക്കോസ് ഇന്ത്യയെന്ന് വെച്ചാൽ പോളിസി ബൈസിൽ 1992 മുതൽ ഇസ്രായേലുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ട്. അതുമാത്രം ഇറാനുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ട്. അപ്പം ഇന്ത്യയെന്ന് വെച്ചാൽ ഒരു പോളിസിയുടെ കാര്യങ്ങളൊക്കെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കുന്നൊരു കൺട്രിയാണ്. 2 വർഷത്തിന് ടൈകളുണ്ടാവും. നമുക്ക് ഒരു പക്ഷം ചേർന്നുള്ള ഇതല്ല ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ. അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെ വന്നാലും ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് അങ്ങനെയാണ് പണ്ട് മുതൽ. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലെന്ന് വെച്ചാൽ നല്ലൊരു ബാലൻസ്ഡ് മാർക്കറ്റാണ് ഇന്ത്യയുടെ. വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ യുദ്ധം വന്നാൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പം സ്റ്റോക്സ് നമ്മൾ വിൽക്കുന്നില്ല, നമ്മൾ ആവറേജ് ഫ്രണ്ടിലോട്ട് തന്നെ പോവുകയാണ്.